അമ്മ ജെസ്സിമോൾ എന്ന പോലീസ് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തോർത്ത് കണ്ടെത്തി. വീടിനോട് ചേർന്നുള്ള ഷെഡിന് മുകളിൽ വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു തോർത്ത്. ദേവൻ MP ചേർന്നു വിവരങ്ങളുമായി. ആലപ്പുഴയിൽ നിന്ന് ദേവൻ, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഏതായാലും പുറത്തു വരുന്നത്. ഇതൊരു ദുരഭിമാന കൊല എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൊലപാതകമാണ് എന്നാണ് അതിൻ്റെ വിശദാംശങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. അമ്മയും ഈ കൊലപാതകത്തിനായി കൂട്ടുനിന്നു എന്നാണോ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്? ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, ഈ ഒരു വാർത്ത വലിയ ഞെട്ടലോടുകൂടി തന്നെയാണ് ഓമനപ്പുഴക്കാരെല്ലാം തന്നെ കേട്ടത്. കാരണം ഈ പ്രതിയായിട്ടുള്ള ജോസ്മോൻ വളരെ ശാന്ത സ്വഭാവക്കാരനും ആരുമായി പ്രശ്നത്തിനൊന്നും പോകാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിലായിരുന്നു ഇന്നലെയെല്ലാം നമ്മളോട് സംസാരിച്ചിരുന്നത്. പക്ഷേ ഈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കവേ പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ കാരണമായി ജോസ്മോൻ പോലീസിന് നൽകിയ മൊഴി ഇപ്രകാരമായിരുന്നു. ഈ ഏഞ്ചൽ പല ദിവസങ്ങളിലും രാത്രിയിൽ പുറത്തു പോകാറുണ്ടായിരുന്നു. കഴിഞ്ഞ 2 മാസമായി ഭർത്താവുമായി പിണങ്ങിയാണ് ഏഞ്ചൽ ഇപ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. ആലപ്പുഴയിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനായി ജോലി നോക്കുന്നുണ്ടായിരുന്നു ഏഞ്ചൽ. ഈ പല ദിവസങ്ങളിലും ഈ രാത്രി പുറത്തു പോകുന്നതിനെ പിതാവ് ജോസ്മോൻ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ രാത്രി പുറത്തു പോയി തിരിച്ചു വന്ന ശേഷമാണ് ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വീട്ടിൽ ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ ഏഞ്ചലിന്റെ അമ്മയായിട്ടുള്ള ജെസ്സിമോളാണ് ഈ ഒരു കാര്യം ഏഞ്ചലിനോട് ചോദിക്കുന്നതും അവർ തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നതും. അതിലേക്കാണ് ഈ ഒരു തർക്കത്തിനിടയിലേക്കാണ് പിതാവായിട്ടുള്ള ജോസ്മോൻ എത്തുന്നത്. തുടർന്ന് ഈ ഒരു തർക്കം ഒരു കയ്യാങ്കളിയിലേക്ക് കടക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയാണ് ജോസ്മന്റെ മൊഴിയും ഈ വഴക്ക് നടക്കുമ്പോൾ ഏഞ്ചലിന്റെ അമ്മ ആ മുറിയിലുണ്ടായിരുന്നു. ഈ വഴക്കിനിടയിൽ ഏഞ്ചലിന്റെ കൈ പിടിച്ചു വെച്ചത് ഏഞ്ചലിന്റെ അമ്മയായിട്ടുള്ള ജെസ്സിമോളാണെന്നാണ് പറയുന്നത്. ആ സമയത്താണ് ജോസ്മോൻ ഏഞ്ചലിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതും പിന്നീട് തോർത്ത് ഉപയോഗിച്ചുകൊണ്ട് കഴുത്ത് വലിച്ച് മുറുക്കുകയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇരുവരും ചേർന്ന് ഈ ഏഞ്ചൽ മരിച്ചു എന്ന് ഉറപ്പായപ്പോഴേക്കും ഏഞ്ചലിനെ കട്ടിലിൽ തന്നെ കിടത്തിയിട്ട് മുറി പുറത്തു നിന്നും അടച്ച് പുറത്തേക്ക് കിടക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ വരെയും ഈ ഒരു മരണവിവരം ആരുമായും തന്നെ ഇവർ പറഞ്ഞില്ല. അയൽക്കാരോ അല്ലെങ്കിൽ മറ്റാരെയും തന്നെ ഇവർ വിവരം അറിയിച്ചില്ല. തുടർന്ന് രാവിലെയാണ് ഈ ഏഞ്ചലിന്റെ അമ്മ ജെസ്സിമോൾ ഈ വിവരം അയൽക്കാരെ അറിയിക്കുന്നത്. അയൽക്കാർ വന്ന് നോക്കുമ്പോൾ ഇരുവരും ഈ ഏഞ്ചലിന്റെ മൃതദേഹത്തിന് സമീപം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു മരണം ഒരു സ്വാഭാവിക മരണമായി മാറ്റിക്കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിനൊന്നും വിട്ടുകൊടുക്കാതെ സംസ്കരിക്കാൻ ഏഞ്ചലിന്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു ആദ്യഘട്ടത്തിൽ ബന്ധുക്കൾ എടുത്തിരുന്നത്. എന്നാൽ അവിടെ എത്തിയ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ ഈ ഒരു മരണം പോലീസിൽ അറിയിക്കണം എന്നുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ചു. തുടർന്ന് പോലീസ് വന്ന് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഏഞ്ചലിന്റെ കഴുത്തിൽ ഒരു മുറിപ്പാടുള്ളത് കാര്യം അവർ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ഈ മൃതദേഹം ആദ്യം അവിടെ അടുത്തുള്ള ചിട്ടിക്കാട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് കൊലപാതകമാണ് മരണകാരണം എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. കഴുത്തിലെ ഞരമ്പുകൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണത് മരണത്തിലേക്ക് നയിക്കുന്നതെന്നുള്ളൊരു ഇതൊരു നിഗമനത്തിലേക്ക് ഡോക്ടർമാരും ഒപ്പം തന്നെ പോലീസും എത്തി. തുടർന്ന് ഇതിന്റെ ചോദ്യം ചെയ്യലിനായി ജോസ്മോനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയപ്പോഴാണ് ജോസ്മോൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കേസെടുത്തത് ജോസ്മോനെതിരെ ആയിരുന്നുണ്ടെങ്കിലും ഇപ്പോൾ 2ാം പ്രതിയായി ഏഞ്ചലിന്റെ അമ്മ കൂടിയായിട്ടുള്ള ജെസ്സിമോൾ കൂടി പ്രതി ചേർക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഏഞ്ചലിന്റെ അമ്മാവനായിട്ടുള്ള അലൂഷ്യസ് എന്ന് പറയുന്ന ആളും ഈ ഒരു മരണവിവരം പുറത്തറിഞ്ഞിട്ടും അത് പുറത്ത് പറഞ്ഞില്ല എന്നുള്ളതിന്റെ ഒരു കുറ്റം ചുമത്തിക്കൊണ്ട് ഏഞ്ചലിന്റെ അമ്മാവനായിട്ടുള്ള അലൂഷ്യസിനെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇവരുടെ പേരിൽ ഇതുവരെയും FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇവരുടെ വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ അന്ന് മരണം നടക്കുമ്പോൾ ഏഞ്ചലിന്റെ വീട്ടിലുണ്ടായിരുന്ന ഏഞ്ചലിന്റെ മുത്തച്ഛനെയും മുത്തശ്ശിയും അടക്കമുള്ള കുടുംബാംഗങ്ങളെ മുഴുവൻ പോലീസ് അവരുടെ എല്ലാം തന്നെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതിന്റെ ഈ മൊഴിയെല്ലാം പൂർണ്ണമായും രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഇനി മറ്റ് പ്രതികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ FIR തയ്യാറാക്കുക. ഏതായാലും ഇപ്പോൾ അന്തരിച്ച ഏഞ്ചലിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുൻപ് തന്നെ രാവിലെയോട് കൂടി തന്നെ പ്രതിയായിട്ടുള്ള ജോസ്മോനെ വീട്ടിലെത്തിച്ചുകൊണ്ട് വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ തെളിവെടുപ്പിനിടയിൽ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച തോർത്ത് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീട്ടിന് മുകളിലെ ഷെഡിൽ വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു ഈ ഒരു തോർത്ത് കണ്ടെത്തിയത്. ഇപ്പോൾ ഏഞ്ചലിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം വീട്ടിൽ അല്പസമയം വെച്ച ശേഷം അടുത്തുള്ള ഓമനപ്പുഴയിൽ തന്നെയുള്ള സെന്റ് സേവിയേഴ്സ് പള്ളിയിലായിരിക്കും ഇനി അതിന്റെ സംസ്കാര നടപടികൾ നടക്കുക. ലക്ഷ്മി.
സജിത്ത്, വളരെ നിർണായകമായ ഒരു കേസായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഇന്നലെ ഏഞ്ചൽ, അതായത് ചൊവ്വാഴ്ച രാത്രിയോടുകൂടിയാണ് ആലപ്പുഴ ഓമനപ്പുഴ സ്വദേശിയായ ഏഞ്ചൽ മരണപ്പെടുന്നത്. രാവിലെയോടുകൂടി, അതായത് ഇന്നലെ രാവിലെയോടുകൂടി കുടുംബം, വാർഡ് കൌൺസിലർ അടക്കമുള്ള ആളുകളോട് വ്യക്തമാക്കുന്നത് ഏഞ്ചലിനെ വീടിനകത്തെ സ്വന്തം കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. ഹൃദയാഘാതമായിരിക്കും ഒരുപക്ഷെ മരണകാരണം എന്നുള്ള ഒരു കാര്യങ്ങളാണ് ആദ്യം കുടുംബം പോലീസിനോടും ഒപ്പം തന്നെ വാർഡ് മെമ്പറിനോടും അടക്കം പങ്കുവയ്ക്കുന്നത്. തുടർന്ന് അതിനുള്ള ഒരു നിയമ നടപടികൾ പൂർത്തീകരിക്കണമെന്ന് വാർഡ് മെമ്പർ കൂടിയായ ഇമ്മാനുവൽ ആവശ്യപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണഞ്ചേരി പോലീസിലേക്ക് ഇങ്ങനെ ഒരു വിവരം, ഒരു ഇന്റിമേഷൻ പോകുന്നത്. ആ രാവിലെ 7:30 തന്നെ ഏഞ്ചലിനെ ആശുപത്രിയിൽ എത്തിക്കുന്നു. ആശുപത്രിയിൽ എത്തിച്ച ഘട്ടത്തിൽ കഴുത്തിൽ പാടുകൾ ഉൾപ്പെടെ കാണുന്നു. ചെട്ടിക്കാട് താലൂക്ക് ആശുപത്രിയിലാണ് എത്തിക്കുന്നത്. അവിടെ ഡോക്ടർമാർക്കടക്കം ഒരു സംശയം ഉണ്ടാവുകയും അത് പോലീസിലേക്ക് ഒരു ഇന്റിമേഷൻ കൈമാറുകയുമായിരുന്നു ചെയ്തത്. തുടർന്ന് ഇവിടെ പോലീസ് അച്ഛനെ കസ്റ്റഡിയിലെടുക്കുന്നു. വൈകിട്ടോടുകൂടി അച്ഛൻ ജോസ്മോന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ രാത്രി ദീർഘനേരം ചോദ്യം ചെയ്തതിനു ശേഷമാണ് എന്താണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്നതിനുള്ള പ്രകോപനം എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് വൈകി വരുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കം, ഈ പെൺകുട്ടി വൈകി വരുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കം രക്ഷകർത്താക്കൾക്കിടയിൽ പെൺകുട്ടിയുമായി ഉണ്ടായിരുന്നു. അത് പല ഘട്ടത്തിലും ആ ഒരു തർക്കം പോയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആ ഒരു തർക്കത്തെ തുടർന്നുണ്ടായ ഒരു പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ആദ്യം ജോസ്മോനെ മാത്രമായിരുന്നു കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. പക്ഷേ അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടി അമ്മ സിന്ധു എന്ന് വിളിക്കുന്ന ജസിയെയും ഒപ്പം തന്നെ അമ്മയുടെ സഹോദരൻ അലോഷിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർക്കും ഈ കേസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഈ കേസിൽ ഉള്ളത് അമ്മയ്ക്കും കൂടിയാണ്. അതായത് അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ട്, ഒരേ സമയം അവർ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രക്രിയയിൽ അവർ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നമ്മളോട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ആ വീടിനകത്ത് ഇത് രാത്രി 11 മണിയോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. വീടിന്റെ സ്വീകരണ മുറിയിൽ വെച്ചാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ജോസ്മോൻ മൊഴി നൽകിയിട്ടുള്ളത്. മാത്രമല്ല വീടിനോട് ചേർന്നുള്ള തൊട്ടടുത്തുള്ള ഷെഡിന്റെ മുകൾ ഭാഗത്തു നിന്നും ഒരു തോർത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഈ തോർത്ത് ഉപയോഗിച്ച് കഴുത്ത് മുറുക്കിയാണ് കൊലപ്പെടുത്തിയെന്നുള്ളതാണ്. ബോധരഹിതയായി വീണതിന് ശേഷം അത് അങ്ങനെ ഒരു തർക്കം ഇവർ തമ്മിൽ താമസിച്ചു വന്നതിനെ സംബന്ധിച്ചൊരു തർക്കം ആ രാത്രിയും അമ്മയും അച്ഛനും ഈ പെൺകുട്ടിയുമായി ഏഞ്ചലുമായി ഉണ്ടായിട്ടുണ്ട്. ആ തർക്കത്തിന് ശേഷം പിന്നീട് ആ സ്വീകരണ മുറിയിൽ വെച്ച് തന്നെയാണ് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എന്നുള്ളതാണ്. പോലീസ് ഇപ്പോൾ പ്രതിയുമായി വീട്ടിലെത്തി തെളിവെടുപ്പ് നടക്കുകയാണ്. അവിടെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ആദ്യഘട്ടത്തിൽ ഫോറൻസിക് വിഭാഗവും പിന്നീട് മണ്ണഞ്ചേരി പോലീസും സ്ഥലത്തെത്തി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഭാഗത്ത് വെച്ചാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ സ്വീകരണ മുറിയിലായിരുന്നു. അതിനുശേഷം ഈ സ്വീകരണ മുറിയിൽ നിന്നും ആ കുട്ടി ഏഞ്ചലിനെ കൊലപ്പെടുത്തിയ ശേഷം നമ്മൾ അകത്ത് കാണുന്ന രണ്ടാമത്തെ മുറിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി അവിടെ കട്ടിൽ കിടത്തുകയായിരുന്നു. ഏഞ്ചലിന്റെ മുറിയിൽ കട്ടിൽ കിടത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് മണ്ണഞ്ചേരി സിഐ നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടുപേർക്കും ഒരുപോലെ ഇൻവോൾവ്മെന്റ് വന്നു എന്നുള്ളതാണ്. അച്ഛൻ ഈ കുട്ടിയുടെ കഴുത്ത് ഞെരിക്കുന്ന സമയത്ത് അമ്മ കൈകൊണ്ട് അവളുടെ ഇത് എതിർക്കാതിരിക്കുന്നതിന് വേണ്ടി കൈ പിൻവശത്തേക്ക് രണ്ട് കൈകളും പിടിച്ചു കെട്ടി നിർത്തി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആ സംഭവം നടക്കുന്നതിനകത്ത് രണ്ടുപേർക്കും ഇൻവോൾവ്മെന്റ് അച്ഛൻ ജോസിനും ഒപ്പം തന്നെ അമ്മ ജെസ്സിക്കും ഉണ്ട് എന്നുള്ളത് പോലീസ് നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം പിന്നീട് ഇവിടെ ഇവർക്കൊപ്പം ഈ വീട്ടിലുണ്ടായിരിക്കുന്നത് അച്ഛനും അമ്മയും ഒപ്പം തന്നെ ഈ ജോസിന്റെ രക്ഷകർത്താക്കളുമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് ഇതിനകത്തൊരു ഇൻവോൾവ്മെന്റ് അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പനും അമ്മയ്ക്കും ഇതിനകത്തൊരു ഇൻവോൾവ്മെന്റ് ഉള്ളതായി പോലീസ് പറയുന്നില്ല. പക്ഷേ അതേസമയം മറ്റൊരാൾ കൂടി ഇതിനകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് സഹായകരമായി അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്നുള്ളതാണ്. അത് ഇവിടുത്തെ ഏഞ്ചലിന്റെ അമ്മയുടെ സഹോദരനായ അലോഷിയാണ്. അദ്ദേഹത്തെ രാത്രി തന്നെ ഈ സംഭവം നടക്കുന്ന സമയം രാത്രി തന്നെ വിളിച്ചു വരുത്തിയിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം നമ്മളോട് പറയുന്നത്. അതിനുശേഷം ഈ രാവിലെ 7:30 വരെ ഈ കാര്യങ്ങൾ ഇവർ മറച്ചുവെച്ചു. 7:30 വാർഡ് മെമ്പറെ വിളിച്ച് ഇങ്ങനൊരു മരണം ഉണ്ടായിട്ടുണ്ട്, അത് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള രീതിയിൽ അവർ അറിയിക്കുന്നു. ഹൃദയാഘാതമാകാം എന്നുള്ള രീതിയിലുള്ള സംശയം പ്രകടിപ്പിക്കുന്നു. വാർഡ് മെമ്പർ ഇവരെ അത് പോലീസിലേക്ക് വിവരം അറിയിക്കണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. അതിന്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം
കൂടി അമ്മാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇവർ രണ്ടുപേരും ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. അമ്മയും അമ്മാവനായ അലൂഷിയും കസ്റ്റഡിയിലുണ്ട്. അവരും ഈ കേസിൽ പ്രതി ചേർക്കപ്പെടും. പക്ഷേ കൊലപാതകം നടക്കുന്ന സമയത്ത് കൊലപ്പെടുത്തുകയാണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന സമയത്ത് അമ്മയും അച്ഛനും ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ള ഒരു വിശദീകരണമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ മണ്ണഞ്ചേരി CA ടോൾസൺ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. തീർച്ചയായും സജിത്ത് പറഞ്ഞതുപോലെ മറ്റൊരു മാനം ഈ കേസിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വൈകി വന്ന വിഷയങ്ങളാണ് അച്ഛനും അമ്മയും ഈ മകളും തമ്മിലുള്ള തർക്കത്തിലേക്ക് ഉണ്ടാവാൻ കാരണമെന്ന്. പക്ഷെ നമ്മൾ ഈ പരിസരത്തുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്തൊരു വീടായിരുന്നു ഇത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ആ രീതിയിൽ ഈ മരിച്ച ഏഞ്ചൽ ലാബ് ടെക്നീഷ്യനാണ്. തുമ്പോളിയിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നു. ഇളയ ഒരു പെൺകുട്ടി കൂടെയുണ്ട്. അവരും വിവാഹിതരാണ്. ഈ അത്തരത്തിൽ ഒരു സംശയാസ്പദമായ അല്ലെങ്കിൽ ഒരു വഴക്കോ മറ്റു കാര്യങ്ങളോ നടക്കുന്ന ഒരു വീടല്ല ഇത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഈ അച്ഛനായ ജോസിനെ ഇതിന് നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നു. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു വൈകി വന്ന സംഭവം മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് എത്തിയത് എന്നുള്ള ഒരു സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നു. എന്നാലും അത് വരും ദിവസങ്ങളിലാണ് അന്വേഷണ സംഘം അത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹം പ്രതിയെ പുറത്തേക്ക് ഇറക്കുകയാണ്.